നമ്മുടെ കുട്ടികളുടെ വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് വന്നിരുന്നത്. പേരൻറ്റിങ് ഇൻസൈറ്റ്സ് എന്ന പംക്തിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്തു വരിക. അത് തുടരുന്നതാണ്. ഇന്ന് നാം പറയാൻ പോകുന്ന കാര്യം ഒരു വ്യക്തിയുടെ വളർച്ചയെക്കുറിച്ചാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആ മധ്യ കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ ഒരു ചെറിയ സ്കൂളിൽ 7 വയസ്സുകാരനായ ഒരു കുട്ടി പഠിക്കുന്നുണ്ടായിരുന്നു. 7 വയസ്സ്. മറ്റു കുട്ടികളെ പോലെ അല്ല അവൻ. വെറുതെ മുകളിലോട്ട് നോക്കിയിരിക്കും. അത്ര ഒരു സൂക്ഷ്മതയൊന്നുമില്ല. എല്ലാ കുട്ടികളോടും ചോദ്യങ്ങൾ ചോദിക്കുക പതിവുണ്ടല്ലോ. ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാണ്. ഈ കുട്ടിയോട് ചോദിച്ചാൽ ഒന്നിനും മറുപടിയില്ല. കണ്ണും മിഴിച്ചിരിക്കും. പച്ച ചിരിയുമായി. അധ്യാപകർ ആപ്പടെ വിഷമിച്ചു ഇവനെക്കൊണ്ട്. അപ്പോൾ അവർ സ്റ്റാഫ് കോൺഫറൻസിൽ ഇവനെക്കുറിച്ച് ചർച്ച നടത്തി. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, ആ കൊച്ചനെ വീട്ടിൽ പറഞ്ഞു വിട്ടേര്. പിന്നെ വേണമെങ്കിൽ അവൻ്റെ അമ്മയ്ക്ക് ഒരു കത്ത് കൂടി കൊടുത്തു വിട്ടേക്ക്. അമ്മയോട് പറയണം, വേറെ ആരോടും അതിൻ്റെ കാരണമൊന്നും പറയണ്ട. കത്ത് ആരെയും കാണിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞേക്കണം. അങ്ങനെ സ്റ്റാഫ് കോൺഫറൻസിലെ ക്ലാസ് ടീച്ചർ കൃത്യമായിട്ട് കത്തൊക്കെ എഴുതി ഈ കുട്ടിയുടെ കയ്യിൽ തന്നെ പറഞ്ഞ് വിട്ടു, മോനെ ഇത് വീട്ടിൽ കൊണ്ട് അമ്മയുടെ കൈ കൊടുക്കണമെന്ന് പറയും. അമ്മ വലിയ സന്തോഷമായി. കാരണം അവനൊരു നൂതനായിട്ട് മാറിയില്ലേ, സന്തോഷമായി. ടീച്ചർ കത്ത് തന്നയച്ചു. അപ്പോൾ അവൻ ചിന്തിച്ചെന്താണ്, വലിയ സന്തോഷത്തോട് ചെന്നു. ചിലപ്പം ടീച്ചർ ഒരുപക്ഷെ അമ്മയെ വല്ല കാര്യത്തിൽ ക്ഷണിക്കാനായി, ഇങ്ങനെ പേരൻസിനെ ക്ഷണിക്കുന്ന പതിവുണ്ടല്ലോ, ക്ഷണിക്കുന്ന കൂട്ടത്തിൽ പോയാൽ നല്ലൊരു ഡിന്നറൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ചിന്ത അതൊക്കെയായിരുന്നു, അതിനായിരിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് അമ്മ ഈ കത്ത് പൊട്ടിച്ചു, കൊണ്ട് കൊടുത്തു. അമ്മ ഇങ്ങനെ അത്ഭുതകരമായി കൊച്ചിനടുത്ത് നിൽക്കുമ്പോൾ കത്ത് പൊട്ടിച്ചു. അമ്മകളും പൊക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് കത്തിലുള്ള കാണാനായിട്ട് അവന് പറ്റുന്നില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ കത്തിൽ തന്നെ നോക്കി നിർനിമേഷയായിട്ട് കുറേയേറെ നേരം നിന്നു. ആലോചിച്ച് നോക്കി, ആ ചിത്രം ഒന്ന് മനസ്സിൽ കാണുന്നതാണ്. അമ്മയുടെ കണ്ണുകൾ അങ്ങ് നിറഞ്ഞു, കണ്ണുനീർ ധാരതായിട്ട് ഒഴുകി. അപ്പോൾ കൊച്ചിന് ആ പാടെ വിഷമമായി. അമ്മച്ചി എന്തിനാ കരയുന്നത്? അമ്മ എന്തിനാ കരയുന്നത്? മോനെ, അതായത് നീ ഒരു മഹാപ്രതിഭയാണെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണോ? അങ്ങനെ എഴുതിയിരിക്കുന്നത്. നിന്നെ പഠിപ്പിക്കാൻ പ്രാഗൽഭ്യമുള്ള അധ്യാപകർ ഇവിടെ ഇല്ല. അതിനാൽ നിന്നെ ഇങ്ങോട്ട് വിടുകയാണെന്നാണ് പറയുന്നത്, സ്കൂളിൽ നിന്നും. വേറെ എവിടെയെങ്കിലും കൊണ്ട് ചേർക്കുക, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് നിങ്ങൾ തന്നെ ഒരു പഠിപ്പിരുന്ന എഴുതിയിരിക്കുന്നു. കൊച്ചിനത് കേട്ട് കഴിഞ്ഞാൽ തുള്ളിച്ചാടി. കാരണം അവനെ വിചാരിച്ച് അവൻ ഭയങ്കരമായി സന്തോഷിച്ചു, ഞാനൊരു മഹാപ്രതിഭയോ എന്നൊക്കെ അവൻ ചിന്തിച്ചു. അപ്പോൾ അവന് അമ്മയുടെ ശിക്ഷണത്തിൽ അങ്ങ് വളർന്നു. അമ്മ നല്ല മിടുക്കിയായിരുന്നു കേട്ടോ, നല്ല അധ്യാപികയായിരുന്നു, പഠിപ്പിച്ചു. അതിൻ്റെ പഠനം തുടർന്നു. ആ ആളാണ് പിൽക്കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി തീർന്ന തോമസ് ആൽവ എഡിസൺ. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അമ്മയുടെ ഒരൊറ്റ വാക്ക്. അമ്മ മരിച്ചതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞു, കാലഘട്ടം പോയി, വർഷങ്ങൾ കഴിഞ്ഞു. അപ്പം അദ്ദേഹം വല്ല സമ്പന്നനുമായി, കാരണം വലിയ ശാസ്ത്രജ്ഞനാണല്ലോ. കണ്ടുപിടുത്തം എന്തൊക്കെയാണ്, വൈദ്യുതി, പിന്നെ ഗ്രാമഫോൺ. തൻ്റെ കുടുംബ വീട്, തറവാട് അതൊന്ന് നന്നാക്കണം അദ്ദേഹത്തിന് തോന്നി. അമ്മയുടെ ഓർമ്മയിൽ അമ്മയുടെ ഒരു ചിത്രം അവിടെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അതീവ ശ്രദ്ധയോടെ അവന് അത് ചെയ്യുന്നതിനിടയിലാണ് അധ്യാപകർ നൽകിയ കത്ത് അവിചാരിതമായി കാണാനായി. അവിചാരിതമായി കാരണം എന്നാണെന്നറിയാം, ഈ അമ്മ ഈ കൊച്ചിനെക്കുറിച്ച് സർവ്വ കത്തുകളും രേഖകളും ഡോക്യുമെൻറ്റുകളും ഒക്കെ ഒറ്റ ഫയലിനകത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു. എല്ലാ മാതാപിതാക്കളും ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ കുട്ടിയെക്കുറിച്ച് കൊണ്ട് എല്ലാ ഘട്ടം ബാപ്റ്റിസം രജിസ്റ്റർ മാത്രമല്ല, ബർത്ത് രജിസ്റ്റർ തൊട്ട് തുടങ്ങാൻ മുഴുവൻ കാര്യങ്ങൾ, അവൻ്റെ ഓരോ ഘട്ടത്തിലും വരുന്ന എല്ലാം കൃത്യമായിട്ടൊരു ഫയൽ സൂക്ഷിച്ച് വെക്കുന്ന ഒരു പരിപാടി നല്ല മാതാപിതാക്കൾക്കുണ്ട്. അല്ലെങ്കിൽ സമയമാകുമ്പം തപ്പി കണ്ടില്ലെന്ന് പറഞ്ഞ് നടക്കും. ഒരു കുട്ടിയുണ്ടായി, ആ കുട്ടിയെ സംബന്ധിച്ച് അന്നേരം ഒരു ഫയലും കൂടെ കീപ്പ് ചെയ്യാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ബുദ്ധിമതിയായ അമ്മ സൂക്ഷിച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് എന്താ, അപ്പം അമ്മ മകനെ സംബന്ധിക്കുന്ന എല്ലാ രേഖകളും അമ്മോത്സ തൊട്ടെല്ലാം ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ പഴയ കത്ത് എഡിസൺ ആകാംക്ഷയോടെ വാദിച്ചു. അവനെടുത്ത് വായിച്ചത് മുഴുവൻ. അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ എഴുതിയിരുന്നതെന്നറിയാമോ? നിങ്ങളുടെ മകൻ മാനസികമായി വൈകല്യമുള്ള കുട്ടിയാണ്, മെൻ്റലി ഡെഫിഷ്യൻറ്റ്. അവനെ ഈ സ്കൂളിൽ ഇനി പഠിപ്പിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഇതാണ് എഴുതി വച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എഡിസന് അങ്ങ് പൊട്ടിക്കരഞ്ഞു. അമ്മയുടെ ചിത്രം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ
ജീവിച്ചിരുന്നപ്പോൾ അമ്മയ്ക്ക് കൊടുത്തിരുന്നതിൻ്റെയൊക്കെ ഉമ്മകൾ അവനെ തുരുതുരാന്ന് അമ്മയ്ക്ക് ഉമ്മ കൊടുത്തുകൊണ്ടിരുന്നു. ആ ചിത്രത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോൾ അവന് ഡയറിയിൽ എഴുതി, മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയായിരുന്നു തോമസ് ആൽവ എഡിസൺ. എന്നാൽ ഒരു ഹീറോയിനായ അമ്മയുടെ സ്നേഹപൂർണ്ണമായ വാക്കുകളിലൂടെ അവൻ നൂറ്റാണ്ടിൻ്റെ പ്രതിഭയായിട്ട് മാറി. ഇത് തന്നെത്താൻ കുറിച്ച് വെച്ചതാണ്. ഇപ്പം നാം ഓർക്കേണ്ട ഇതെല്ലാം നോക്കേണ്ട കാര്യമുണ്ട്. എന്തെല്ലാം പാഠങ്ങൾ പഠിക്കണം. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന നല്ല വാക്കുകൾ കരുത്തുറ്റതാണെന്നുള്ള കാര്യം മാതാപിതാക്കൾ മറന്നു പോകരുത്. നല്ല വാക്കുകൾ മാതാപിതാക്കൾ മാത്രമല്ല, അധ്യാപകരുടെയും വൈദികരുടെയും ഒക്കെ കരുത്തുറ്റതാണ്. ദൈവം തന്ന കഴിവ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ദൈവം തന്നെ ഒരിക്കൽ പറയുണ്ടായി, തൻ്റെ അതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്ക് പോലും ഫലം തരാതെ തിരിച്ചു വരികയില്ല. എവിടെ പറഞ്ഞിരിക്കുന്നത്? യെശയ്യായുടെ ഗ്രന്ഥത്തിൻ്റെ 55 അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ്. എൻ്റെ അതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കും ഫലം തരാതെ തിരിച്ചു വരികയില്ല. എന്നിട്ടത് പറയുക, എൻ്റെ ഉദ്ദേശം നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിജയപ്രദമായി ചെയ്യും. തമ്പുരാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വാക്കില്ല നമ്മൾ. ഇപ്പം നമ്മുടെ അതിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് ശക്തിയാണ്. വാക്ക് കരുത്താണ്. അത് മോശമായിട്ട് ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ ദോഷം ചെയ്യും, മനസ്സുകളെ വേദനിപ്പിക്കും, മനുഷ്യനെ കൊന്നുകളയും, എൻ്റെ ജീവിതത്തെ തകർത്ത് കളയും. അതേമേത്ത് നമ്മുടെ വാക്കുകൾ മനുഷ്യന് ജീവൻ പകരും, ശക്തി പകരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എഴുതി തള്ളിയ ഒരു കുട്ടിയെ ഒറ്റ വാചകം കൊണ്ട് അമ്മ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചു വേണമെന്നൊക്കെ പറയാം. ഒറ്റ വാചകം, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് വേണമെന്ന് ഞാൻ വാക്ക് ഉപയോഗിക്കാം. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്. ആ കുട്ടിയെ ലോകത്തിന് നെറുകയിലെത്തിച്ചു. ആരാണോ? തോമസ് ആൽവ എഡിസൺ. അപ്പോൾ അതുകൊണ്ട് സാധാരണ രീതിയിൽ അജപാലകരുടെ ഞങ്ങൾ വൈദികരുടെ വലിയ അനുഭവമാണ്. നീ മിടുക്കനാനട എന്ന ഏതെങ്കിലും ഒരു കുട്ടിയോട് സ്നേഹപൂർവ്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട്. 6 വർഷങ്ങളുടെ അജപാലന പരിചയമുള്ളതുകൊണ്ട് പറയുക, 19 വർഷത്തെ പരിചയം കൊണ്ട് പറയുക, ഏതെങ്കിലും ഒരു കുട്ടിയോട് എന്നെ മോനെ നീ മിടുക്കനാണ്, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടി വളരെ വലുതായിട്ട് ഇപ്പോൾ നന്ദിപൂർവ്വം അത് അനുസ്മരിക്കാറുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വാക്കുകൾ പ്രവചനങ്ങളാണ് എന്ന കാര്യം ഓർക്കണം. ഇപ്പോൾ കുട്ടികൾ എന്ത് പറയുന്നോ അവർ ഭാവിയിൽ അതായിത്തീരും. അതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് വീട്ടിൽ വെച്ച കുട്ടിയൊക്കെ നിന്നെ മണ്ടനാണ്, മടിയനാണ്, പഠിക്കുകയില്ല, ഒന്നിനും കൊള്ളാത്തവനാണ്, ഇങ്ങനെയൊരു ജന്തു എന്നൊക്കെ പറയാനായിട്ട് മാതാപിതാക്കൾ തയ്യാറാവരുത്. ദൈവത്തിൻ്റേതാണ് മകൻ, ദൈവത്തിനായ മകൾ ദൈവം തന്നതാണ്. അപ്പം അവനില്ലാത്ത ദൈവം തമ്പുരാൻ കൊടുത്ത കഴിവ് അവനുള്ളതേ. അത് ഉണർത്തിയെടുക്കാനുള്ള ചുമതലയാണ് നമുക്കേ. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ അവനെ മന്ദബുദ്ധി ആക്കിയിട്ടുണ്ടെങ്കിൽ ആക്കിയത് അവിടുത്തെ ഇങ്ങനെയുള്ള അധ്യാപകരില്ലേ, ഇങ്ങനെയുള്ള അധ്യാപകരായിരിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ അധ്യാപകരും അങ്ങനെയല്ല. നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാവിടെ വിധി എന്നൊക്കെ ഒരുപക്ഷെ അധ്യാപകൻ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ ആയിരിക്കാം. ആ കുട്ടിയുടെ ആക്രോശിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പോലെ. ഏതായാലും മിടുക്കനായൊരു കുട്ടിയുടെ ആത്മഹത്യക്ക് ഈയിടെ നമ്മുടെ നാട്ടിൽ ഇടയാക്കിയത് ഇതേ വാക്കുകൾ തന്നെയല്ലേ? പരിശോധിച്ച് നോക്കും. പുഴുത്ത പട്ടി എന്നാണ് നിതിൻ രാജിനെ അധ്യാപകൻ വിളിച്ചത്. പുഴുത്ത പട്ടി. അവൻ ഏറ്റവും നല്ല ബുദ്ധിമാനായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിക്കൊണ്ട് അവൻ മെഡിസിൻ അഡ്മിഷൻ കിട്ടി. ഡെൻ്റൽ മെഡിക്കൽ കോളേജിൽ അവൻ പ്രവേശിക്കാൻ ഇടയായത് അവൻ മിടുക്കനായതുകൊണ്ടല്ലേ. പക്ഷേ അവനെ ഈ ജാതി വ്യവസ്ഥയുടെ ആ കാഴ്ചപ്പാടിൽ ഈ മനുഷ്യൻ നോക്കിക്കണ്ടു. അപ്പം അധ്യാപകനെ നയിച്ചത് കുട്ടിയുടെ നന്മയൊന്നുമല്ല, അവനെ വളർത്തുക എന്നുള്ളത്. അദ്ദേഹം ജാതി ചിന്തയുടെ ദുർഭൂതമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എന്താ പോയി പാണ്ട് ജയിലിൽ കിടക്കുന്നു. ഇത് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നതേ ഒരുപാട് അഡ്വാൻസ്ഡാണ് വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ. ജാതിയുടെ വിളിച്ചതൊന്നും അതിൻ്റെ തരം താഴ്ത്താനായിട്ട് ഇടയാവരുത്. ഇപ്പോൾ എഡിസൻ്റെ അമ്മയായ നാൻസി എലിയറ്റ് അന്നങ്ങനെ പറഞ്ഞതിൻ്റെ പരിണിതം എന്താണുണ്ടായി? നമുക്ക് വൈദ്യുതി കിട്ടി, അതുപോലെ തന്നെ ഗ്രാമഫോൺ കണ്ടുപിടിച്ചു, വലിയ ശാസ്ത്രജ്ഞന് ലോകത്തിന് കിട്ടി. അതുകൊണ്ട് വാക്കുകൊണ്ട് ജീവൻ നൽകാനും ജീവൻ തകർക്കാനും കഴിയും. നാം മനസ്സിലാക്കണം. ജീവൻ നൽകാൻ കഴിയും, ജീവൻ തകർക്കാൻ കഴിയും. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വളർത്തുന്നതാവണം. ഈശോ അതല്ലേ ചെയ്തേ? ജീവൻ നൽകാനും അസമത്വം നൽകാനും. കർത്താവിൻ്റെ ഓരോ വാക്ക് ഓർത്ത് നോക്കിയേ, ഓരോ വാക്കെടുത്ത് നോക്കിയേ, ഓരോ വാക്കിൽ ജീവനും ശക്തിയാവുന്നത്. ബാലിക എണീറ്റ് വരിക, നമ്മൾ എണീറ്റ് വന്നില്ലേ? നിൻ്റെ രോഗം ഭേദമായിരിക്കുന്നു, ഭേദമായില്ലേ? നീ സമാധാനത്തിൽ പോവുക, നീ കിടക്കയെടുത്ത് നടക്കുക. കർത്താവ് പറഞ്ഞ വാക്കുകളിൽ ഇതൊക്കെ കർത്താവ് ആരെങ്കിലും നിഷേധിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ബാധകമായൊരു കാര്യമാണ്. അവശരായിട്ട് പല പ്രശ്നങ്ങളാൽ ഹൃദയം തകർന്നവരായി
ഒരു ഒരു വിഷമത്തോട് നമ്മെ ആളുകൾ സമീപിക്കാം, അത് ഭൗതിക സഹായത്തിനാണെന്ന് കരുതരുത്. ഇപ്പോൾ മനുഷ്യന് പേടിയാണ്, അതിന് വന്നു കഴിഞ്ഞാൽ അയ്യോ ഒരു പണം ചോദിക്കുമോ, സഹായം ചോദിക്കുമോ, ഇതിനല്ല വരുന്നത്. ആ മനുഷ്യൻ്റെ വിഷമഭാരം ഒന്ന് എവിടെയെങ്കിലും ഇറക്കി വയ്ക്കണം. അതിന് ആളുകൾക്ക് ലിസൺ ചെയ്യാൻ ആളുകളില്ല. അപ്പം വാസ്തവത്തിൽ അങ്ങനെയുള്ള ആളുകളുടെ അഭാവം വലിയ അപകടമുണ്ടാകും. ഒരു ഇടവയെ സംബന്ധിച്ചൊരു വൈദികനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പോലെ അതാണ്, ഈ ഭാരം ഇറക്കി വെക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. അല്ല എല്ലാവർക്കും പണം കൊടുക്കുക എന്നുള്ളതല്ലേ. ഈ ഭാരം ഇറക്കി വെക്കൽ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവികമായ ശുശ്രൂഷയാണ്. മനുഷ്യന് ജീവൻ കിട്ടും, സമാധാനമായിട്ട് എണീറ്റ് പോകുമ്പോൾ എൻ്റെ ആ ജീവിതത്തിന് വഴിയവൻ കണ്ടെത്തും. വഴി മുട്ടി നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വഴി തുറന്നു കിട്ടും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ജീവിതത്തിൻ്റെ വചനങ്ങളാണ്. അത് സ്വീകരിക്കാൻ, ആളുകളെ സ്വീകരിക്കാനും വിഷമം കേൾക്കാനും നമ്മൾ തയ്യാറായില്ലെങ്കിലോ, ചില ആളുകൾ അങ്ങനെയാണ്, കേൾക്കാനേ തയ്യാറില്ല. ഒരാളൊന്നും വന്നു കഴിഞ്ഞാൽ പരാതിയും കൊണ്ടാണ് വരുന്നത്. എപ്പോഴും പരാതി ഇല്ലെങ്കിൽ പിന്നെ ആരുടെ അടുത്തേക്ക് പോകണ്ടേ? ഈ പരാതി കൊണ്ട് പറയാൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനെ അഭിഷേകം ചെയ്ത് വെച്ചിരിക്കുന്നത്. അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പരാതിയും കൊണ്ട് പരാതിപ്പെടാൻ പറ്റുമോ? അത് കേൾക്കാനായിട്ടുള്ള സമചിത്തതയും സന്മനസ്സും ഉണ്ടാകുമ്പോൾ കേട്ടാൽ മാത്രം പോരാ, കേൾക്കുകയും ദൈവത്തിൻ്റെ വചനം തിരിച്ചു കൊടുക്കുകയും ചെയ്യണം, എങ്കിലേ പറ്റുമോ. കേട്ടിട്ട് ദൈവത്തിൻ്റെ വചനം അവിടെ എടുത്തു കൊടുക്കുമ്പോൾ ആ വിത്ത് അവിടെ വളരും, അത് മുളയ്ക്കും, അത് വളരും, ഫലം പുറപ്പെടുവിക്കും. ഇനി നമുക്ക് എഡിസൺ ഒരു ദൈവശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ഭാവിയിൽ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റ് ശാസ്ത്രജ്ഞനും ദൈവവിശ്വാസി ഇല്ലാത്ത ഒരാളായിരുന്നു, നിരീശ്വരനായിരുന്നു. നിരീശ്വരനായ അദ്ദേഹം ഒരിടയ്ക്ക് വേദപുസ്തകം സ്ഥിരം വായിക്കുന്നയാളാണ്. പുനരുത്ഥാനത്തെക്കുറിച്ച് കൊറിന്തോസ്യർക്ക് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 15-ാം അധ്യായത്തിൻ്റെ അവിടെ വരുന്ന പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വായിച്ചപ്പോൾ ഇത് കേട്ടിരുന്ന മറ്റേയാൾ ചോദിക്കും, എന്ത് ഈ വിട്ടിത്തിലൊക്കെ പറയുന്നത്, ആര് പുനരുത്ഥാനം, എങ്ങനെ ഈ ലോകത്ത് ജനിച്ച് മരിച്ചു പോയ ആൾക്കാരെയെല്ലാം കോടാനുകൂടി സഹസാനുകൂടി ജനങ്ങളൊക്കെ ഉത്ഥാനം ചെയ്യുമെന്ന് പറയുന്നത്, ഇതൊക്കെ വിശ്വസിക്കാൻ വിട്ടിത്തം മനുഷ്യനുണ്ടോ? ആരാ ചോദിക്കുക? അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം നോക്കി, ആഹാ പുനരുത്ഥാനം ഇല്ലെന്നാണോ പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല, അദ്ദേഹം പറയും. ഇങ്ങനെ അകത്ത് ചെന്നില്ല, ലബോറട്ടറി ചെന്നിട്ട് ഒരു കൊട്ടയ്ക്കകത്ത് നാളത്ത് ഇരുമ്പിൻ്റെ പൊടി എടുത്തുകൊണ്ട് വന്നു. കൊട്ടയ്ക്കകത്ത് നാളത്ത് വല്ലക്കൊട്ടയ്ക്കകത്ത് ആരത്ത് ഇരുമ്പിൻ്റെ പൊടി എടുത്തുകൊണ്ട് വന്ന് മണലും തെറിച്ചിരുന്ന് മുറ്റത്തേക്ക് കൊണ്ട് അങ്ങ് വിതറി, ഇങ്ങേറ്റം വരെ വിതറി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആജ്ഞാപിച്ചു ശിഷ്യനോടാണ് പറയാം, സ്റ്റുഡൻറ്റ് യു കളക്റ്റഡ് ദാറ്റ്, റീകളക്റ്റഡ് ദാറ്റ്. ഇറ്റ്സ് ഇമ്പോസിബിൾ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ആ മണലിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ വിതറിയ എല്ലാവരും എങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറ്റുന്നത്? ആഹാ പറ്റിയല്ലേ. അദ്ദേഹത്തിന് നല്ല നീളമുള്ള മാഗ്നറ്റിക് പവർ കൂടുതലുള്ള ഒരു വലിയ മാഗ്നറ്റ് തണ്ട് അറ്റത്ത് പിടിക്കാൻ പറഞ്ഞു. പിടിച്ചു, ഒരറ്റം തൊട്ട് മോളറ്റം വരെ ആ മണലിന് മുകളിൽ കൂടെ ആ മാഗ്നറ്റ് പതുക്കെ മൂവ് ചെയ്യിച്ചപ്പോൾ താഴെ കിടന്ന പൊടികളെല്ലാം കൂടി പറന്നുയർന്ന് ഈ മാഗ്നറ്റെ കയറി ഒട്ടിപ്പിടിക്കും. ഭൗതികമായ തലത്തിൽ ഇത് ഇങ്ങനെ സംഭവിക്കുമെങ്കിൽ ആത്മതലത്തിൽ സംഭവിക്കില്ലേ? അദ്ദേഹത്തിന് ചോദ്യത്തിനൊരു മറുപടിയുമില്ല. ഇതാണ് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ആൾ. നമ്മൾ വിചാരിക്കുന്ന ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാരൊക്കെ ദൈവവിശ്വാസമില്ലാത്ത നിരീശ്വരമാണ്. നേരെ തിരിച്ചാണ്. നല്ല വിശ്വാസം അത് നിലനിർത്തിയിരുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും എന്ന കാര്യം മനസ്സിലാക്കണം. താങ്ക് യു വെരി മച്ച്. നമ്മുടെ കുട്ടികളെ നന്നായി വളരാനായിട്ട് അങ്ങേയറ്റം വളർത്താനായിട്ട് പരിശ്രമിക്കുക.